ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയതും അല്ലെങ്കിൽ സ്നാക്സ് ബോക്സൊക്കെ ലഞ്ച് ബോക്സൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ ഐറ്റമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് വേണം. അപ്പോൾ ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡിൻ്റെ അരികുവശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ മുട്ടയിലേക്കും കുറച്ച് വെജിറ്റബിൾസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്, ഒരു ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബ്രെഡിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തതുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് 1 ടീസ്പൂണാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളൂ. വലുതാണെങ്കിൽ 1ൻ്റെ പകുതി മതി. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും, അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു മധുരമൊക്കെ ഉള്ള ടൈപ്പിലുള്ള ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിസ്സയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. കുട്ടികൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും കുറച്ചൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്താണ് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് ട്രേ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഗ്ലാസിൻ്റെ ട്രേ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രേ ആണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ട്രേയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് നിരത്തി കൊടുക്കുക. ഇപ്പോൾ ചെറിയ ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറായിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. മൊസറില്ല ചീസ് ഉണ്ടെങ്കിൽ മൊസറില്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് 2 എണ്ണമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. മൊസറില്ല ചീസ് ഉണ്ടെങ്കിൽ നല്ല നമ്മളിങ്ങനെ ചൂടോടെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ചീസി ആയിട്ട് ഇങ്ങനെ വലിഞ്ഞിട്ട് വരുമല്ലോ, ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് വെച്ച് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് റെഡ് കളറും കൂടെ വരുമ്പം പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ആയിട്ടുള്ളത് ഒരു 20 മിനിറ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽട്ടാവുന്ന വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. 20-25 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഇത് ബേക്കായി വരും. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എഗ്ഗാണുള്ളത്, എഗ്ഗും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നതായിട്ടാണ്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചൂടോടെ കൂടെ തന്നെ കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പിസ്സയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നമ്മൾ ഈ എഗ്ഗൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചീസൊക്കെ മെൽട്ടായി നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് FBയിലൊക്കെ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്